സദ്ഗുരുവേ ശരണം. ഗുരുധർമ്മ സത്യയാത്ര അതിൻ്റെ 11ാമത്തെ ദിവസം ഇന്ന് എത്തി നിൽക്കുന്നത് ആലുവ അദ്വൈതാശ്രമത്തിലാണ്. ഗുരു ബാലനായിരുന്നപ്പോൾ ഗുരുവിനെ ആദ്യാക്ഷരം പഠിപ്പിച്ച കുമാരനാശാനോട് ഇനി എനിക്ക് ഒരാശ്രമത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞതിനനുസരിച്ച് ആ ആശാനും ഗുരുവും കൂടി എത്തിച്ചേർന്നതാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ. അങ്ങനെ ഗുരുവിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം ഈ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നായിരുന്നു. ഗുരുവിൻ്റെ ബാല്യകാലത്തെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പരാമർശിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ആലുവ അദ്വൈതാശ്രമം. ആ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ അങ്കണത്തിലാണ് ഗുരുധർമ്മ സത്യയാത്ര അതിൻ്റെ 11ാമത്തെ ദിവസമായി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടുത്തെ മണൽത്തരികൾക്ക് ഗുരുവിൻ്റെ കഥകൾ ധാരാളം പറയാനുണ്ടാവും. ഗുരുവിൻ്റെ പാദപത്മങ്ങൾ പതിഞ്ഞ മണൽത്തരികളാണ് ഈ ആശ്രമാങ്കണത്തിൽ ഉള്ളത്. നമ്മുടെ ഗുരുവിൻ്റെ പാദപത്മങ്ങൾ പതിഞ്ഞ ഈ ആശ്രമാന്തരീക്ഷത്തിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഈ ആശ്രമത്തിൻ്റെ അങ്കണത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും സങ്കല്പങ്ങൾ ചെയ്യാനും കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗ്യമായി കരുതാം. നമ്മളുടെ ജീവിതത്തിലും അനുഭവ സാക്ഷാത്കാരങ്ങൾ നേടിയെടുക്കുന്നതിന് ഗുരു സഞ്ചരിച്ച പാതയിലൂടെ പോയി അതെല്ലാം അനുഭവിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് ഗുരുധർമ്മ സത്യയാത്രയും ധരിക്കുന്നു. ഗുരുവിൻ്റെ പാദപത്മങ്ങൾ പതിഞ്ഞ ഈ മണ്ണിലൂടെ നടക്കാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയും സങ്കല്പവും ചെയ്യാനും കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതാം. ഗുരു സങ്കല്പം ചെയ്ത ഈ അന്തരീക്ഷങ്ങളിൽ അല്ലെങ്കിൽ ഈ മണൽത്തിട്ടകളിൽ ഇരിക്കാനും നമുക്കും ആ സങ്കല്പങ്ങൾ ചെയ്യാനും കഴിഞ്ഞത് ഒരു വലിയ അനുഭൂതി തന്നെയാണ് പകർന്നത്. നെടുവീർപ്പിലൂടോതും കഥകൾ കേട്ടകതാരിൽ നിറയുന്നു വേദനകൾ. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. ആശ്രമത്തിൽ നിന്നും പെരിയാറിലേക്ക് കാണുന്ന പടിക്കെട്ടുകളാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ പെരിയാറിന് കുറുകെയുള്ള പാലത്തിലൂടെ ട്രെയിനുകൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്പർശമായി അറിയുന്നു തവ കാരുണ്യം, അറിയുന്നു തവ കാരുണ്യം. യുഗധർമ്മമോതും നിൻ ചിരസ്നേഹഗാഥയിൽ അറിയാതെ അലിയുന്നു ഞാൻ. ഈ മണൽത്തിട്ടയിലൂടെയാണ് ഗുരു ആശ്രമത്തിൽ നടന്നിരുന്നത്. ആ മണലിലൂടെ നടക്കുമ്പോൾ നമുക്കും ആ ഓർമ്മകളും ആ സ്നേഹവും മനസ്സ് നിറയുന്ന അനുഭവിക്കാൻ കഴിയും. അറിവായി സാന്ത്വന പൂവിതൽ സ്പർശമായി അറിയുന്നു തവ കാരുണ്യം, അറിയുന്നു തവ കാരുണ്യം. യുഗധർമ്മമോതും നിൻ ചിരസ്നേഹഗാഥയിൽ അറിയാതെ അലിയുന്നു. എൻ്റെ പിന്നിലായി കാണുന്നത് ആലുവ അദ്വൈതാശ്രമത്തിലെ ധ്യാന മന്ദിരമാണ്. ഇതിനുള്ളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഇരിക്കാനും ധ്യാനം ചെയ്യാനും സാധിക്കുന്നതാണ്. അറിവായും അലിവായും അറിയിക്കും പൊരുളായി നിൻ നിറവെന്നിൽ നിറയുന്നല്ലോ.
അറിവായും അലിവായും അറിയിക്കും പൊരുളായി നിൻ നിറവെന്നിൽ നിറയുന്നല്ലോ. അറിയാതെ ഞാനതിൻ സാന്ത്വനാശ്ലേഷത്തിൻ മധുരിമ നുകരുന്നല്ലോ, മധുരിമ നുകരുന്നല്ലോ. യുഗധർമ്മമോദം നിൻ ചിരസ്നേഹഗാഥയിൽ വർഷത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ വെച്ച തൊട്ടുള്ള മാവുകളും പ്ലാവുകളും എല്ലാം ഇവിടെ തറ കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രകൃതി സംരക്ഷണം കൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ആശ്രമത്തിൽ അതാണ് നഷ്ടമായത്. നമ്മുടെ ഗുരുവിൻ്റെ ത്യാഗപൂർണമായ ജീവിതം കണ്ടു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ശിഷ്യർക്കും ഒരു ആത്മീയ അനുഭവമാണ് ഗുരു സഞ്ചരിച്ച വഴികളും തങ്ങിയ സ്ഥലങ്ങളും. വരും കാലങ്ങളിൽ ഇതെല്ലാം ഗുരുഭക്തരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരുവേ ശരണം.